ഇന്ന് ഒരു ഓൺഗോയിങ് കൊറിയൻ ഡ്രാമ കഥ നോക്കാം. വെൻ ദ ഫോൺ റിങ്സ്. യു യിൻ സ്യൂക്കും ചേ സോബിനും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ഒരു കൊറിയൻ ഡ്രാമയാണ് വെൻ ദ ഫോൺ റിങ്സ്. യു യിൻ സ്യൂക്കിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ബേക്ക് സായൂൺ, ചേ സോബിൻ കഥാപാത്രത്തിൻ്റെ പേര് ഹോങ് ഹുയിജു. അപ്പോൾ ബേക്ക് സായൂൻ്റെയും ഹോങ് ഹുയിജുവിൻ്റെയും കഥയിലേക്ക് സ്വാഗതം. ഒരു പ്രശസ്തമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗമാണ് ബേക്ക് സായോൺ. അപ്പോൾ അവൻ ആദ്യം ഒരു ന്യൂസ് ആങ്കറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് പ്രസിഡൻറ്റിൻ്റെ സ്പോക്സ് പേഴ്സണായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. കൊറിയയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പോക്സ് പേഴ്സണാണ് ബേക്ക് സായോൺ. അവൻ്റെ അച്ഛൻ ബേക്ക് യുയിയോങ് പ്രസിഡൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. സായോൺ കല്യാണം കഴിച്ചിരിക്കുന്നത് ഹോങ് ഹുയിജുവിനെയാണ്. പത്രമാധ്യമ ഉടമസ്ഥൻ്റെ രണ്ടാമത്തെ മകളാണ് ഹോങ് ഹുയിജു. രണ്ട് കുടുംബത്തിൻ്റെയും രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി നടത്തിയ ഒരു കല്യാണമായിരുന്നു അവരുടേത്. അവർ തികച്ചും അന്യരെ പോലെയാണ് ഒരുമിച്ച് താമസിക്കുന്നത്. ചെറുപ്പത്തിൽ നടന്ന ഒരു അപകടം മൂലം ഹുയിജുവിന് സംസാരിക്കാനായിട്ട് കഴിയില്ല. അവളൊരു സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്ററായിട്ട് ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. സായൂൺ അവളുടെ ഒരു കാര്യത്തിലും വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കാറില്ല. കല്യാണം കഴിഞ്ഞ് ഹുയിജുവിനെ സ്നേഹിക്കാനും അവനോട് അടുക്കാനുമായിട്ടൊക്കെ കുറേ ശ്രമിച്ചതാണ്. പക്ഷേ അവൻ അവളെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. പിന്നെ അവളും അവളുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചു തുടങ്ങി. പെട്ടെന്നൊരു ദിവസം നമ്മുടെ ബേക്ക് സായോണിന് ഒരു കോൾ വരും. ഒരു കിഡ്നാപ്പറാണ്. നിൻ്റെ ഭാര്യയെ ഞാൻ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, നിനക്ക് നിൻ്റെ ഭാര്യയെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നിങ്ങനെ പറയും. പക്ഷെ സായോൺ അത് വിശ്വസിക്കത്തില്ല. കാരണം അവൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളതല്ലാതെ അവൻ്റെ ഭാര്യ ആരാണെന്ന് പോലും ലോകത്തിനറിയില്ല. ഭാര്യയെ ഇതുവരെ ലോകത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു പ്രാങ്ക് കോളാണെന്ന് കരുതിയിട്ട് അവനത് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ കിഡ്നാപ്പർ വീണ്ടും വിളിക്കും. നിൻ്റെ ഭാര്യയെ ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്ക് എന്നിങ്ങനെ പറയുമ്പോഴേക്കും സായോൺ പറയും, അവളെ കൊന്നു കഴിഞ്ഞിട്ട് നീ വിളിക്കുകയെന്ന് പറയും. ശരിക്കും ഈ കിഡ്നാപ്പർ ഹുയിജുവിൻ്റെ കാറിലുണ്ട്. ഹുയിജു കാറിലിങ്ങനെ പോകുമ്പോഴത്തേക്കും അയാൾ അവളുടെ കാറിൽ കയറി പറ്റുന്നുണ്ട്. അവളിങ്ങനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടാണ് ഈ നമ്മുടെ സായൂണിനെ ഫോൺ വിളിക്കുന്നത്. അപ്പോൾ ഹുയിജു ആകെ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സായോൺ പറയുന്നത് അവളുടെ ശവം വീണ് കഴിയുമ്പം നീ എന്നെ വിളിക്കുന്നുള്ളത്. അതുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഹുയിജു ആകെ തകർന്നു പോകും. അവൾക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ അവൾ ദേഷ്യത്തിൽ കിഡ്നാപ്പറോട് പറയും, തിരിച്ച് വിളിക്ക്, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയും. അവൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും കിഡ്നാപ്പറും ഞെട്ടിപ്പോവും. സിസ്, നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റുമോ എന്നിങ്ങനെ അവനും അത്ഭുതത്തോടെ ഇങ്ങനെ ചോദിക്കും. അതുകൊണ്ട് കിഡ്നാപ്പർ വീണ്ടും സായോണിനെ വിളിക്കും. പക്ഷേ സായോൺ കോൾ എടുക്കില്ല. ശരിക്കും ഈ ഹുയിജുവിന് സംസാരിക്കാനായിട്ട് പറ്റും. അവൾ ഊമയായിട്ട് അഭിനയിക്കുന്നതാണ്. അതിന് കാരണം അവളുടെ അമ്മയാണ്. ശരിക്കും അവളുടെ അച്ഛൻ വേറെ ആളാണ്. അമ്മ രണ്ടാമത് കല്യാണം കഴിക്കുന്നതാണ് ഈ ഹോങ്ങിനെ. അപ്പോൾ ഹോങ്ങിന് 2 മക്കളായിരുന്നു. ഒരു കാറപകടത്തിൽ ഹോങ്ങിൻ്റെ മകൻ മരിക്കും. മകള് ഹോങ്ങിന്നയുടെ കേൾവിശക്തിയും പോവും. അപ്പോൾ ഹുയിജുവിന് മാത്രമാണ് ആ അപകടത്തിൽ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നത്. ഇതറിഞ്ഞാൽ ഹോങ് അവരെ ഇറക്കി വിടും എന്ന് കരുതി അവളുടെ അമ്മ അവളോട് ഇനി മേലാൽ നീ സംസാരിക്കരുത് എന്നിങ്ങനെ പറയും. അന്ന് തൊട്ട് നമ്മുടെ ഹുയിജു ഊമയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സായോൺ ആദ്യം കല്യാണം കഴിക്കാനായിട്ടിരുന്നത് ഹോങ് ഇന്നയെയാണ്. പക്ഷേ കല്യാണത്തിൻ്റെ തലേന്ന് ഹോങ്ങിന ഓടിപ്പോവും. അപ്പം ഹുയിജുവിനെ അവളുടെ അമ്മ നിർബന്ധിച്ച് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹുയിജുവിൻ്റെ മനസ്സിൽ അവളൊരു പകരക്കാരിയാണെന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ ശരിക്കും ബേക്ക് സായോണിന് ഇഷ്ടം ഹുയിജുവിനെയാണ്. ഹോങ്ങിനേക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് സിയോണിനോട് പറയുമ്പം സായോൺ ആണ് പറയുന്നത്, എനിക്കും താല്പര്യമില്ല, എനിക്ക് കല്യാണ പെണ്ണായിട്ട് ഹുയിജുവിനെ മതിയെന്ന്. പക്ഷെ അവൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അറിയില്ല. അപ്പം ഈ കിഡ്നാപ്പറോട് അവളെ കൊന്നിട്ട് വിളിക്കാൻ പറഞ്ഞത് ഹുയിജുവിനെ കിഡ്നാപ്പർ തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്ന് വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. കാരണം അവൻ ഹുയിജുവിൻ്റെ അമ്മയെ വിളിച്ച് ചോദിക്കും, ഹുയിജു എവിടെയെന്ന്. അപ്പോൾ അമ്മ പറയും, അവൾ എൻ്റെ കൂടെ ഉണ്ട്, ഡിന്നർ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വിട്ടേക്കാം എന്ന് പറയും. അപ്പം അതൊരു പ്രാങ്കോളാണെന്ന് സ്വാഭാവികമായിട്ടും അവൻ ചിന്തിക്കും. എന്നാൽ ഹുയിജു തിരിച്ചു പോകുന്ന വഴിയാണ് ഈ കിഡ്നാപ്പർ അവളെ അപായപ്പെടുത്തുന്നത്. അപ്പം സായോൺ അവളെ കൊന്നേക്കാൻ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും അവൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവൾ കിഡ്നാപ്പറേയും കൊണ്ട് കാറ് സ്പീഡിൽ ഓടിക്കാൻ തുടങ്ങും. എന്നിട്ട് കാറ് ഇടിച്ച് നിൽക്കും. കിഡ്നാപ്പറുടെ ബോധം പോവും. പക്ഷേ ഹുയിജു അവിടുന്ന് രക്ഷപ്പെടും. അപ്പോൾ ഹുയിജുവിന് അയാളുടെ ആ ഫോൺ കിട്ടും. അവൾ ആ ഫോണും കയ്യിലെടുക്കും. എന്നിട്ട് വീട്ടിൽ വരും. പിന്നീട് ആ ഫോണിൽ നിന്ന് ഹുയിജു ആണ് സായോണിനെ വിളിക്കുന്നത്. എന്നിട്ട് സായോണിനെ ഇങ്ങനെ വിളിക്കും. എന്നിട്ട് പറയും,
ഹുയിജുവിനെ നീ ഡിവോഴ്സ് ചെയ്യണം, നിൻ്റെ ഫാമിലിയുടെ രഹസ്യങ്ങളെല്ലാം എനിക്കറിയാം, ഞാൻ പറയുന്നത് പോലെ നീ കേട്ടില്ലെങ്കിൽ ഇതെല്ലാം ഞാൻ പബ്ലിക്കാക്കും, ഇത് മുഴുവൻ മീഡിയ അറിയും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ് എന്ന് അറിയുമ്പോഴേക്കും സായോണിന് കൺഫ്യൂഷനാവും, അത് ആരായിരിക്കും എന്നിങ്ങനെ ഓർത്ത്. അവൻ ഹുയിജുവിനുള്ള സെക്യൂരിറ്റിയൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആക്കും. എന്നിട്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ പറയുന്നത് ഡോജയോടാണ്. ഡോജെ അവൻ്റെ സഹപ്രവർത്തകനാണ്. അപ്പോൾ സായോൺ ഡോജയും കൂട്ടിയിട്ട് കിഡ്നാപ്പറുടെ കോള് ട്രാക്ക് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ ശ്രമിക്കുകയാണ്. ഹുയിജു അവളുടെ കൂട്ടുകാരനായിട്ടുള്ള സാങ്യോനെ അങ്ങനെ വീണ്ടും കാണും. അവൾ അവനോട് സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ സെക്യൂരിറ്റി വീഡിയോ എടുത്ത് സായോണിന് അയച്ചു കൊടുക്കും. അപ്പോൾ അവനിങ്ങനെ ചെറുതായിട്ട് കുശും പഠിക്കുന്നുണ്ട്, പോസിറ്റീവ്നെസ് ഒക്കെ ആവുന്നുണ്ട്. അപ്പം സാങ്യു ഒരു യൂട്യൂബറാണ്, ഒരു ഡോക്ടറുമാണ്. അവൻ്റെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന കേസൊക്കെ എടുത്ത് അവൻ തെളിയിക്കും. പിന്നെ പ്രധാനമായി അവൻ നോക്കുന്ന ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു അനാഥാലയത്തിലാണ് വളർന്നത്. അവിടെ നിന്ന് കാണാതായ കുട്ടികളുടെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. അതുമായി ബന്ധപ്പെട്ട് ഒരു ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിട്ടുള്ളത്. അപ്പോൾ സാവുവിൻ്റെ ജൂനിയർ ആങ്കറായിട്ടുണ്ടായിരുന്ന നായൂരിയുടെ ഷോയിലേക്കാണ് സാങ്യു വന്നിട്ടുള്ളത്. അവൻ ഓർഫനേജിൽ ഉണ്ടായിരുന്ന ടൈമിൽ ഈ സായോണിൻ്റെ വീട്ടിൽ കളിക്കാൻ പോകുമായിരുന്നു. കുഞ്ഞു സായോണിൻ്റെ കൂടെ അവൻ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു ദിവസം അവൻ അവിടെ എന്തോ കണ്ടു പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവും. ഇപ്പോൾ ഉള്ള സായോണിനെ പറ്റി അവൻ എന്തൊക്കെയോ ഇങ്ങനെ സംശയങ്ങളുണ്ട്. ഇനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കിഡ്നാപ്പർ സായോണിൻ്റെ ഓഫീസിൽ ഒരു ബോംബ് പൊട്ടിക്കും. ആർക്കും കാര്യമായിട്ട് കുഴപ്പമൊന്നും പറ്റില്ല. ഇപ്പോൾ എത്രയും വേഗം കിഡ്നാപ്പറിനെ കണ്ടുപിടിക്കണമെന്ന് ഡോജയോട് സായോൺ പറയും. പക്ഷേ ഈ ഡോജയ്ക്ക് എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട്. സായോണിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഹുയിജു ജോബിന് പോകുന്നതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് നിർത്താൻ പറയണം എന്നൊക്കെ അമ്മ അവനോട് പറയും. പക്ഷെ അവൻ ഹുയിജു ജോലിക്ക് പോകുന്നതിന് സപ്പോർട്ടാണ്. അപ്പോൾ അവൻ്റെ ഓഫീസിൽ സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്റർ ജോബിൻ്റെ ഒഴിവ് വരുമ്പോഴേക്കും അവളോട് അവൻ അപ്ലൈ ചെയ്യാനായിട്ട് പറയും. അപ്പോഴാണ് കിഡ്നാപ്പർ ഹുയിജുവിൻ്റെ ശരിക്കുള്ള അച്ഛനെ ഹുയിജുവിൻ്റെ ശരിക്കുള്ള അച്ഛൻ, അതായത് പുള്ളി ഹോസ്പിറ്റലിലാണ്, വയ്യാത്ത ആളാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ കിഡ്നാപ്പർ ഹുയിജുവിൻ്റെ അച്ഛനെ കുറച്ച് നേരത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ഹുയിജുവിനെ ഫോൺ വിളിക്കും. സായോണിൽ നിന്ന് ഡിവോഴ്സ് എത്രയും വേഗം വാങ്ങണം, അല്ലെങ്കിൽ സെസ്സിന് പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെ ഇപ്പോഴത്തേക്ക് കണ്ടില്ലേ, സെസ്സിൻ്റെ അച്ഛനെ ഞാൻ ഉപദ്രവിക്കും എന്നിങ്ങനെ പറയും. അപ്പോൾ അവൾ ആകെ പേടിച്ച് ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അപ്പോൾ അവിടെ പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അച്ഛനെയൊക്കെ കാണും, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവൾ തിരിച്ചു പോകാനായിട്ട് തോന്നും. അപ്പോൾ പോലീസുകാർ പറയും ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവളെ കാറിൽ തിരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവൾക്ക് കാറിൽ വെച്ചിട്ടിങ്ങനെ സഫോക്കേഷൻ പോലെ വരും. ഇങ്ങനെ പണ്ടത്തെ ആക്സിഡൻറ്റിൻ്റെ ഓർക്കുമ്പോൾ അവൾക്ക് എപ്പോഴും ഒരു പേടിയുണ്ട് ബാക്ക് സീറ്റിലിരിക്കുമ്പോൾ. അപ്പം അവൾ അവരോട് കാർ നിർത്താനായിട്ട് പറഞ്ഞിങ്ങനെ കരയാണ്. കാർ നിർത്തി അവൾ പുറത്തിറങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവിടേക്ക് സായോൺ വരും. സായോൺ വന്നിട്ട് പോലീസുകാരപ്പം ഇങ്ങനെ ചോദിക്കും, അല്ല നിങ്ങളെന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കും. അപ്പം സായോൺ പറയും ഇത് എൻ്റെ ഭാര്യയാണെന്നിങ്ങനെ പറയും. പക്ഷേ ഇത് നിങ്ങൾ പുറത്താരോടും പറയരുത് എന്നിങ്ങനെ പറയും. ഇത് ഈ രഹസ്യമാക്കി വെച്ചേക്കാം എന്നിങ്ങനെ പറയും. അപ്പോൾ സായോൺ പറയും ഇപ്പോൾ നിങ്ങൾ അച്ഛൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യില്ലേ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നോളാം എന്നിങ്ങനെ പറയും. എന്നിട്ട് സായോൺ ഹ്യൂജുവിനെ അവിടെ നിന്ന് കൊണ്ടുപോകും. കാറിൽ വെച്ച് അവളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് കരയുന്നത്. അപ്പോൾ അവനിങ്ങനെ അത്ഭുതത്തോടെ അവളെ നോക്കുന്നുണ്ട്. നിനക്ക് സൗണ്ടൊക്കെ വെച്ച് കരയാൻ അറിയുമോ എന്നൊക്കെ ഇങ്ങനെ അവൻ ചോദിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ സായോണിന് ചെറുപ്പം മുതലേ അവളെ ഇഷ്ടമാണ്, പക്ഷെ അതൊന്നും അവൻ പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ സായോൺ അവളെ വീട്ടിൽ കൊണ്ടൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ അവരുടെ കയ്യിലുള്ളൊരു വീഡിയോ അവന് കാണിച്ചു കൊടുക്കും. അതിൽ ഹുയിജു സംസാരിക്കുന്നത് അവൻ കാണും. അപ്പോൾ അവൻ ഞെട്ടിപ്പോവും അവൾ സംസാരിക്കുന്നു എന്നറിയുമ്പോഴത്തേക്കും. പക്ഷെ അവനത് അറിഞ്ഞതായിട്ട് ഭാവിക്കില്ല. അങ്ങനെ ഹുയിജു പ്രസിഡൻഷ്യൽ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അവൾ ഈ സൈൻ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്തത് ഈ സായോണിൻ്റെ വീഡിയോസ് തർജ്ജമ ചെയ്ത് പഠിച്ചിട്ടാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ളതും സായോണിൻ്റെ ഒരു സ്പീച്ച് അത് തർജ്ജമ ചെയ്യാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ അവളത് ചെയ്യുന്നത് കാണുമ്പോഴേക്കും അവൻ ശരിക്കും ഷോക്കാവും. കാരണം അവൻ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. അവൻ എന്താണ് അടുത്തത് പറയാൻ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അവൻ വേറെ കുറേ സ്പീച്ചും കൊടുത്തിട്ട് അവളോട് തർജ്ജമ ചെയ്യാൻ പറയും. അതെല്ലാം അവൾ ചെയ്ത് കാണിക്കും. എന്നിട്ട് അവൾ പറയും ഇങ്ങനെ സൈൻ ലാംഗ്വേജിൽ പറയും നിങ്ങളുടെ വീഡിയോസ് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത് എന്നൊക്കെ പറയുമ്പോഴേക്കും അവൻ ഉള്ളിൽ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഹുയിജുവിനും അവിടെ തന്നെ ജോലി കിട്ടും. അപ്പോഴാണ് ഹോങ്ങിന്ന തിരികെ നാട്ടിലേക്ക് വരുന്നത്. അവൾ വന്നു എന്നറിയുമ്പോഴത്തേക്കും ഹുയിജു വിചാരിക്കും അവൾ ശരിക്കും സേവൻ്റെ ഭാര്യ ആവാൻ വേണ്ടിയിട്ടാണ് തിരികെ വന്നത്, എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് തിരികെ വന്നതെന്നൊക്കെയാണ് ഹുയിജു വിചാരിക്കുന്നത്.
ഹോങ്ങിന് അവളെ കാണാനായിട്ട് വരും. അപ്പം ഹോങ്ങിനേക്ക് ഇപ്പോൾ ചെവി കേൾക്കാം. അവൾ എല്ലാം സർജറിയൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി. അപ്പോൾ ശരിക്കും ഹോങ്ങിന് ഒരു പാവമാണ്. അവൾക്ക് ഹുയിജുവിനെ ഇഷ്ടവുമാണ്. അവൾക്കറിയാം ഹുയിജുവിന് സംസാരിക്കാൻ പറ്റുമെന്നും അവളുടെ അമ്മ പറഞ്ഞിട്ടാണ് ഊമയായിട്ട് അഭിനയിക്കുന്നതെന്നൊക്കെ ഹോങ്ങിനേക്ക് അറിയാം. അപ്പം ഹോങ്ങിനെ പറയും, ഇത്രയും നാളിത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിനക്കൊരു സഹായവും ചെയ്തിട്ടില്ല, എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയും. നീ ഇനി സംസാരിച്ച് തുടങ്ങണം എന്നിങ്ങനെ പറയും. പക്ഷേ ഹുയിജു സങ്കടത്തോടെ അവിടെ നിന്ന് പോവും. അപ്പം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സായോൺ ഓഫീസിലുള്ള എല്ലാവരെയും കൂട്ടി ഹാപ്പി ആയിട്ട് ഒരു ടൂറൊക്കെ ഇങ്ങനെ പോവാണ്. അവിടെ വെച്ച് എല്ലാവരും ഹൈക്ക് ചെയ്യാനായിട്ടൊക്കെ പോകുന്നുണ്ട്. അവിടെ വെച്ച് ആരോ ഹുയിജുവിനെ ഒരു കൊക്കയിലേക്ക് ഇങ്ങനെ തള്ളിയിടും. ഹുയിജു ഭാഗ്യത്തിന് അവൾ താഴെ പോയില്ല. ഹുയിജു അവിടത്തിങ്ങനെ വീണ് കിടക്കുകയാണ്. അവൾ ആകെ പേടിക്കും. അപ്പോൾ സായോൺ അവളെ കാണാതെ ഇങ്ങനെ പേടിച്ച് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഹുയിജു ആണ് ഈ 406 നമ്പറിൽ നിന്ന് വിളിക്കുന്നതെന്നൊക്കെ അവന് നേരത്തെ മനസ്സിലായതാണ്. അപ്പോൾ ഈ 406 നമ്പറിൽ ഹുയിജു അവനെ വിളിക്കും. അപ്പം സായോൺ അവളെ അന്വേഷിച്ചിങ്ങനെ കണ്ടുപിടിക്കും. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ തോളിലിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അവൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. കുഞ്ഞിലേ തൊട്ടേ അവൾക്കൊരു ആവശ്യം വരുമ്പം എപ്പോഴും സായോൺ ഉണ്ടായിരുന്നു. അവളെ ആരും മൈൻഡ് ചെയ്യാനില്ലാതിരുന്നപ്പോഴും അവൻ അവളെ കെയർ ചെയ്തിട്ടുണ്ട്. ഒരു വാക്ക് പോലും പറയാതെ അവളെ മനസ്സിലാക്കുന്നത് അവൻ മാത്രമാണ്. അവൾക്കും അവനെ ഇഷ്ടമാണ്. പക്ഷേ അവൾക്കത് പറയാൻ പറ്റുന്നില്ല. സായോൺ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അവിടെ വെച്ച് ഹുയിജു അവനോട് സംസാരിക്കും. അപ്പോൾ അവൻ ഹാപ്പിയാവും. അവളുടെ സൗണ്ട് കേട്ടല്ലോ. പക്ഷേ കുറച്ച് ദിവസത്തേക്കും കൂടി നീ ഊമയായിട്ട് തന്നെ അഭിനയിക്കണം. നമ്മുടെ ഫാമിലിയിലുള്ള ആരോ ആണ് കിഡ്നാപ്പർ എന്ന് തോന്നുന്നു, അത് കണ്ടുപിടിച്ചിട്ട് മതി എന്നിങ്ങനെ പറയും. അപ്പോൾ ഹുയിജുവിന് എങ്ങനെയെങ്കിലും 406 നമ്പറിൽ വിളിക്കുന്നത് താനാണെന്ന് അവനെ അറിയിക്കണം എന്നുണ്ട്. അവസാനം രണ്ടും കൽപ്പിച്ച് ഫോൺ വിളിച്ചിട്ട് അവനോട് കാണാൻ വരാൻ പറയും. കണ്ടു കഴിയുമ്പോൾ നീ ഞെട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സാവോൺ അവിടേക്ക് വരും. നീയാണ് ഈ വിളിക്കുന്നതെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ അവൾ ചോദിക്കും, പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നെ വെറുക്കാതിരുന്നത് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അവൻ ചോദിക്കും, എനിക്കെങ്ങനെ നിന്നെ വെറുക്കാൻ കഴിയും, എനിക്കെങ്ങനെ നിന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കും. അവൻ സ്നേഹത്തോടെ അവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കും. അവൾ അവനോട് കിഡ്നാപ്പറിനെ പറ്റി വിശദീകരിച്ചിങ്ങനെ കൊടുക്കും. അപ്പോൾ രണ്ട് കണ്ണും രണ്ട് ടൈപ്പ് കൃഷ്ണമണിയുള്ള ഒരാളാണ്. പിന്നെ ദേഷ്യം വരുമ്പോൾ ചെറുതായിട്ട് വിക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വെച്ച് പോലീസ് അവൻ്റെ ഒരു രേഖാചിത്രം വരച്ച് ന്യൂസ് കൊടുക്കും. അപ്പോൾ കിഡ്നാപ്പറെ പിടിക്കാനായിട്ട്. അപ്പോൾ കിഡ്നാപ്പറെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും സായോൻ്റെ അച്ഛനും അമ്മയും ഞെട്ടുന്നുണ്ട്. അവരുടെ ശരിക്കുള്ള മകൻ, അതായത് ഒറിജിനൽ ബാക്ക് സായോൺ ആവാനാണ് ചാൻസ് എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ കിഡ്നാപ്പറും ഈ ന്യൂസ് കാണുന്നുണ്ട്. അവൻ ആർക്കും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, നിൻ്റെ ഐഡിയ അല്ലായിരുന്നോ ഹുയിജുവിനെ ഇല്ലാതാക്കണം എന്നുള്ളത്, എന്നിട്ടിപ്പോൾ എന്തായി, എൻ്റെ ഫോട്ടോ ആണല്ലോ പുറത്ത് വന്നിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. അതൊരു അബദ്ധം പറ്റിയതാണെന്ന് റിപ്ലൈ വരും. അപ്പം ഹുയിജുവിനെ ശരിക്കും തള്ളിയിടുന്നത് നമ്മുടെ ഡോജെ ആവാനായിട്ടാണ് സാധ്യത. പറഞ്ഞില്ലേ, ഡോജയ്ക്ക് എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട്. അപ്പോൾ കിഡ്നാപ്പർ ഹുയിജുവിന് മെസ്സേജ് അയക്കും, നീ എന്തായാലും സായോണിനെ ഡിവോഴ്സ് ഒന്നും ചെയ്യില്ലല്ലോ, അപ്പോൾ ഇനി എൻ്റെ ഫോൺ നിനക്ക് ആവശ്യമില്ല, അതെനിക്ക് തിരികെ തന്നേക്കെന്നിങ്ങനെ പറയും. ഞാനിപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരാം എന്നിങ്ങനെ പറയും. അപ്പോഴേക്കും അവളുടെ റൂമിൻ്റെ വാതിലിങ്ങനെ തുറക്കും. ഹുയിജു പേടിച്ചോടിപ്പോയി വാതിലടച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് കരയാണ്. അപ്പം വാതിലിങ്ങനെ ശക്തമായി തള്ളി തുറന്ന് അകത്തേക്ക് വരുന്നത് പക്ഷേ സായോണാണ്. അവൻ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ കിഡ്നാപ്പർ ഉണ്ടായിരുന്നു, സായോണിൻ്റെ കൂടെ ഒരുമിച്ച് ലിഫ്റ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ സായോണിനെ കാണുമ്പം അവന് ദേഷ്യം വരും. അവൻ്റെ ലൈഫാണല്ലോ ഇപ്പോൾ ഉള്ള സായോൺ ശരിക്കും ജീവിക്കുന്നത്. അത് സായോണിൽ നിന്ന് തിരികെ കിട്ടാൻ വേണ്ടിയാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഒറിജിനൽ സായോൺ കിഡ്നാപ്പർ ആണെന്നറിയാതെയാണ് നമ്മുടെ ഡോജെ അവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോജയ്ക്ക് റിവെഞ്ച് ഉള്ളത് ഒറിജിനൽ സായോണിനോടാണ്. സായോൺ ഹുയിജുവും കൂടി ഉള്ള കുറച്ച് സുന്ദര നിമിഷങ്ങൾ പിന്നീട് കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവൻ ഹുയിജിനോട് പറയും, ഒരു കാര്യം നീ എപ്പോഴും ഓർത്തോണം, ഇപ്പോൾ ഉള്ള ഈ സായോൺ എന്ന എൻ്റെ ഈ ടൈറ്റിൽ ഞാൻ എടുത്തു കളഞ്ഞാലും നിൻ്റെ സ്വന്തം സായോൺ എന്നുള്ളത് കളയാൻ മാത്രം എനിക്ക് പറ്റില്ല, ഞാൻ എന്നാൽ നിൻ്റേത് മാത്രമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. സമയമാകുമ്പം എല്ലാ സത്യവും ഞാൻ നിന്നോട് പറയാം എന്നിങ്ങനെ പറയും. നമ്മുടെ ഹോങ്ങിനെ കാണാനായിട്ട് ഹുയിജുവിൻ്റെ അമ്മ വരുവാണ്. നീ എന്തിനാ തിരികെ വന്നത്, സാവോണിൻ്റെ ഭാര്യാപദവി തട്ടിയെടുക്കാനായിട്ടാണോ, എന്താണെങ്കിലും അത് നടക്കില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ഇന്ന ചോദിക്കും, നിങ്ങളല്ലേ കല്യാണത്തലേന്ന് എനിക്ക് ആ ലെറ്റർ അയച്ചതെന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അമ്മ ചോദിക്കും, ലെറ്ററോ, എന്ത് ലെറ്റർ എന്നിങ്ങനെ ചോദിക്കും. അവർക്കൊന്നും അറിയില്ല എന്ന് ഇനായിക്ക് മനസ്സിലാവും. അപ്പോൾ കല്യാണത്തിന് തലേന്ന് അവൾക്കൊരു പാഴ്സൽ കിട്ടും. അതിലൊരു ലെറ്റർ ഉണ്ടായിരുന്നു, അതായത് സാവോൺ ബേക്ക് യുഎങ്ങിൻ്റെ മകനല്ല എന്നുള്ളത്.
അത് കണ്ടതുകൊണ്ടാണ് അവൾ ഒളിച്ചോടി പോകുന്നത്. ശരിക്കും ആ ലെറ്റർ അവിടെ വയ്ക്കുന്നത് ഹോങ്ങിൻ്റെ അച്ഛൻ ഹോങ് തന്നെയാണ്. അയാൾക്കും അറിയാം ഇപ്പോൾ ഉള്ള സായോണിനെ ഒറിജിനൽ സായോണിന് പകരം കൊണ്ടുവന്നതാണെന്ന്. ഇന നേരെ അച്ഛനെ കാണാനായിട്ട് ചെല്ലും. അച്ഛൻ ഇതറിയായിരുന്നു അല്ലേ, ഈ ലെറ്റർ എനിക്ക് തന്നത് അച്ഛൻ തന്നെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ അവൾ ചോദിക്കും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, കുഞ്ഞിലെ ഞങ്ങൾക്കുണ്ടായ ആക്സിഡൻറ്റും ആയിട്ട് അവർക്ക് ബന്ധമില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. അച്ഛൻ ആദ്യം അത് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ നല്ല ആഗ്രഹമായിരുന്നല്ലോ, പക്ഷെ പിന്നീട് അത് നിന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ അച്ഛനിങ്ങനെ പഴയ കാര്യം ഓർക്കുകയാണ്. അതായത് ഈ സായോൻ്റെ മുത്തശ്ശൻ, അതായത് ബേക്ക് ജാങ് അത് മൂടി വെക്കാനായിട്ട് ഹോങ്ങിൻ്റെ മുന്നിൽ അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഒപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഹോങ് ആവശ്യപ്പെടുന്ന ഏത് കാര്യവും നടത്തി കൊടുക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെ ഹുയിജുവിൻ്റെ അമ്മയും ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹോങ്ങിൻ്റെ നേരെ ഹുയിജുവിൻ്റെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. ഇതായിരുന്നു ഞാൻ കല്യാണം കഴിച്ച് താമസിക്കേണ്ടിയിരുന്ന വീട് അല്ലേന്നൊക്കെ ഇങ്ങനെ ഹുയിജുവിനോട് ചോദിക്കും. നീ എന്തിനാ ഇപ്പോൾ വന്നതെന്ന് ഹുയിജു ചോദിക്കും. അപ്പോൾ ഇന അവൾക്ക് ഈ DNA റിപ്പോർട്ട് കാണിച്ചു കൊടുക്കും. അത് കണ്ടിട്ടും ഹുയിജുവിന് വലിയ അത്ഭുതമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇന ചോദിക്കും, നിനക്കിത് നേരത്തെ അറിയാമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും. ഈ സമയം സായോൻ്റെ ഓഫീസിലേക്ക് ഒരു കോൾ വരും. അപ്പോൾ സായോൻ്റെ വളർത്തച്ഛനാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് ഈ സായോണിനെ ബേഗ് ഫാമിലി മകനായിട്ട് കൊണ്ടുപോകുന്നത്. ഈ കോള് വന്നതറിഞ്ഞ് അദ്ദേഹത്തെ കാണാനായിട്ട് സായോൺ ഇങ്ങനെ പോവാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ കിഡ്നാപ്പർ അവിടെ ചെന്ന് അദ്ദേഹത്തെ അപായപ്പെടുത്തുന്നുണ്ട്. സായോൺ അവിടെ ചെല്ലുമ്പം കാണുന്നത് വളർത്തച്ഛൻ അവിടെ ബോധമില്ലാതെ കിടക്കുന്നതാണ്. അവൻ അദ്ദേഹത്തെ എണീപ്പിക്കാനായിട്ട് നോക്കുമ്പോഴേക്കും അവിടെ ബോംബ് പൊട്ടും. അവനിങ്ങനെ തെറിച്ച് വീഴും. ഇത്രയാണ് എപ്പിസോഡ് 8 വരെ കാണിക്കുന്നത്. ഇനി അടുത്ത വീക്കിലെ പ്രിവ്യൂവിൽ കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ സാവൂൺ ഈ കാറിൽ പോകുന്നത് സാങ്യോ കാണുന്നുണ്ട്. അപ്പോൾ അവൻ സാവൂണിനെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. അവൻ സാവൂണിനെ രക്ഷിച്ച് ഹോസ്പിറ്റലിലാക്കുന്നുമുണ്ട്. ഹോസ്പിറ്റലിൽ ഹുയിജു കരഞ്ഞുകൊണ്ട് വരുന്നതും കാണുമ്പോൾ സാങ്യോന് മനസ്സിലാവും അവൾ അവൻ്റെ ഭാര്യയാണെന്നുള്ളത്. ഇനി ഡോജെ എങ്ങനെ മനസ്സിലാക്കും അവന് റിവെഞ്ച് ചെയ്യേണ്ട ആളുടെ കൂടെയാണ് അവൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും, ശരിക്കും ഈ ഡോജെ ആരാണ്, എന്താണ് അവൻ്റെ റിവെഞ്ച്, ഇതൊക്കെ സസ്പെൻസാണ്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീക്ക്. ബൈ ബൈ.